ഓടിക്കൊണ്ടിരുന്ന കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ടയർ ഊരിത്തെറിച്ച ഒരു വാർത്ത വരുന്നു. 55-കാരന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. തൃശൂർ നടത്തർ ഹൈവേയിലാണ് അപകടം. കോയമ്പത്തൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരികയായിരുന്ന കണ്ടെയ്നർ ലോറിയുടെ ടയറാണ് ഊരിത്തെറിച്ചത്. ഫാസ്ട്രാഗിന്റെ താൽക്കാലിക കൗണ്ടറിലിരുന്ന കുന്നംകുളം സ്വദേശി PK ഹെബിനാണ് മരിച്ചത്. വിവരങ്ങളുമായി ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം. ജെയ്സൺ, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ടയർ ഊരിത്തെറിച്ച് ഒരാൾ മരിക്കുന്നു. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ ടയർ ഊരിത്തെറിക്കുന്നത് ഒരു കണ്ടെയ്നർ ലോറിയിൽ നിന്ന് സംഭവിച്ചത് എങ്ങനെയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. നടത്തറയിൽ വെച്ച് ഇത്തരമൊരു ആക്സിഡന്റിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. നടത്തറ ഹൈവേയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടൽ സമീപത്ത് വെച്ചായിരുന്നു. 3:10 കൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഓടിക്കൊണ്ടിരിക്കെ വാഹനത്തിന്റെ 2 വീലുകളും ഊരിപ്പോയി റോഡിന്റെ സൈഡിലേക്ക് പോവുകയായിരുന്നു. ഈ സമീപത്ത് ദേശീയപാതകളിൽ ഇപ്പോൾ ഫാസ്ടാഗിന്റെ റീചാർജ് ചെയ്യുന്നുള്ള നിരവധി ചെറിയ കൗണ്ടറുകളുണ്ട്, താൽക്കാലിക കൗണ്ടറുകളുണ്ട്. ആ കൗണ്ടറിലിരുന്ന കുന്നംകുളം സ്വദേശിയായ ഹെബിനാണ് വീലിടിച്ച് ദേഹത്ത് വന്ന് ഇടിച്ചതിന് ശേഷം പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. അല്പം വൈകാതെ തന്നെ അയാൾ മരണപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് ഊരിപ്പോയതെന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സുജയ, ഓടിക്കൊണ്ടിരുന്ന ലോറിയുടെ ടയർ ഊരിത്തെറിച്ചാണ് കുന്നംകുളം സ്വദേശി മരിച്ചത്. ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വരുന്നത്. തൃശൂർ നടത്തർ ഹൈവേയിലാണ് സംഭവം ഉണ്ടായത്. നമ്മുടെ പാതകളിൽ സുരക്ഷിതത്വം, അതോടൊപ്പം തന്നെ പാതയ്ക്കരികെ ഫാസ്ടാഗ് കൗണ്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആശങ്കയുണ്ടാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ.